ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അവർ ഇപ്പില്ല, ഫവാസ്ക പള്ളിക്ക് പോയിട്ടുണ്ട്. ഫവാസ്കാൻ്റെ വീട്ടിൽ പള്ളിക്ക് പോയിട്ടുണ്ട്. വീട്ടിൽ പള്ളിക്ക് വരില്ല, വീട്ടിൽ പോയിട്ട് അവിടുന്ന് പള്ളിക്കും. അപ്പോൾ കല്യാണത്തിന് ശേഷമുള്ള ഫസ്റ്റത്തെ ബറാത്താണ്, ഫസ്റ്റത്തെ വാലന്റൈൻസ് ഡേ ആണ്, എല്ലാം ഒരു ദിവസമാണ്. അതിൻ്റെ തണുപ്പിടിച്ചൊന്നും പോയിട്ടില്ല. സോ കുറേ വീഡിയോസൊക്കെ കുറവാണ്. ഇടയ്ക്കിടെ ഇടണം, നാട്ടിൽ വന്നിട്ട് കുറേ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ച് ഒന്നും നടന്നില്ല. പിന്നെ ആകെ എല്ലാം ഒരു ചുറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് വൃത്തിയാക്കണം, റൂമൊക്കെ ക്ലീൻ ആക്കാനുണ്ട്. വാസ്ക് വരുമ്പോഴത്തേക്ക് റൂമിൽ ക്ലീൻ ആക്കാനുണ്ട്, പിന്നെ ഇസ്തിരി ഇടാനുണ്ട്, കുളിച്ച് മാറ്റണം, വൈകുന്നേരത്തെ കടിൻ്റെ റെഡി ആക്കണം. അങ്ങനെ കുറേ 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 പരിപാടികളുണ്ട്. എൻ്റെ ഡ്രസ്സ് ടൈറ്റാക്കാനുണ്ട്. ഡ്രസ്സ് ടൈറ്റാക്കാൻ അതിൻ്റെ ജുപ്പ അങ്ങോട്ട് വെച്ചിട്ടുള്ള അതിൻ്റെ ഷാള് ഇത് ഫവാസ്കാൻ്റെ ഉപ്പ വാങ്ങി തന്നതാണ്. പിന്നെ ഞാൻ ഒമാനിലായിരുന്നല്ലോ, അപ്പോൾ അവിടത്തേക്ക് ഒരാൾ വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണല്ലോ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ കൊടുത്തയക്കാമെന്ന് പറഞ്ഞാൽ ആദ്യമേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ചത്തോളം അങ്ങോട്ടായി ഇത് വാങ്ങി വെച്ചിട്ട്, കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച്. അതുപോലെ ഫവാസ്കാക്ക് വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫവാസ്ക പെട്ടെന്ന് വന്നല്ലേ, അപ്പോൾ വാങ്ങിയിട്ടില്ലായില്ല. പിന്നെ ഇനിയിപ്പോൾ ഫവാസ്ക വന്നിട്ട് വേണം ഒന്ന് പോകാൻ. വേണ്ടാന്ന് പറഞ്ഞ് നിന്നതാണ്. ലാസ്റ്റ് നിർബന്ധിച്ച് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റും ബറാത്തിൻ്റെതൊന്നും പറഞ്ഞിട്ട് രണ്ടിനും കൂടി ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ടിനും കൂടി എന്ന് പറഞ്ഞിട്ട് കൂട്ടി കൊണ്ടുപോകണം. ഇന്നലെ രാത്രിക്ക് നോക്കാൻ നോക്കി, നൈറ്റ് നേരം നോക്കുമ്പോൾ എല്ലാം ക്ലോസ് ആയിന്, മട്ടനൊക്കെ ക്ലോസ് ആയിന്. സോ വാങ്ങിയിട്ടില്ല. ഇന്ന് വേണം വാങ്ങാൻ. അതിനിടയ്ക്ക് വാസ്ക് വരുമ്പോഴത്തേക്ക് വേണം മൊത്തം ക്ലീൻ ആക്കണം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ പിടിച്ച് ക്ലീനായി. ജസ്റ്റ് ഒന്ന് അടിച്ചു തരാൽ റൂമിലത്തെ പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ വാലന്റൈൻസ് ഡേ ആയിരുന്നെന്ന്. പിന്നെ വാലന്റൈൻസ് ഡേ അതിന് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എന്നാ കൊടുത്തതെന്ന് കാണണം. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ കൊടുത്ത വീഡിയോ ഏഡാക്കി തരാം. കൊടുക്കുമ്പോഴുള്ള വീഡിയോ ഉറക്കത്തായിരുന്നു. ഞാൻ എണീച്ചപാട് കൊടുത്തതാ ഈ ഫ്ലവർ. ഞാൻ ഒന്നും കൊടുക്കണ്ട, പക്ഷെ ഒന്നും കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. മെന്നാന്ന് മട്ടന്നൂർ പോയപ്പോൾ പിന്നെ ഫവാസ്ക ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ഉമ്മയും കൂടിയിട്ട് ഷോപ്പിൽ കയറിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. കാണാണ്ട് ഒരു കവറിൽ ഒളിപ്പിച്ചിട്ടൊക്കെ. പിന്നെ ഇത് ചെറിയൊരു ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് മെന്നാന്ന് വെറുതെ വരുമ്പോൾ നമുക്ക് ഫവാസ്ക കൊണ്ടുത്തന്നതാണ്. പിന്നെ ഇന്നലെല്ലാം വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ പറഞ്ഞേ ഇത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഒന്നുമല്ലോടോ, ഇത് വെറുതെ വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുത്തന്നതാണ് ഇത്. അപ്പോൾ എനിക്ക് ജലദോഷം ആയതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചിട്ടില്ല. കഫക്കെട്ട് കൂടത്തേ ഉള്ളൂ ഇത് കഴിച്ചാൽ. അങ്ങനെ ഇതും കൂടി കൊടുത്ത്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൽ ചെറിയൊരു ഭാഗത്ത് ആഡാക്കാം. പിന്നെ തല തിരിച്ച് കണ്ടോ. ഇത് ഞാൻ വാങ്ങിയതല്ലേ, കണ്ടില്ലേ? അപ്പോൾ അതുപോലെയാണ് സംഭവം. അപ്പോൾ ഇത് കണ്ടപാട് മനസ്സിലായി, ഇത് ഞാൻ തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ പള്ളിക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും കൊണ്ടുതരുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോയെന്ന് വെച്ചാൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഒന്നും വേണ്ട, ചെറുതായിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ് കൊണ്ടുതരുമായിരിക്കും. കൊണ്ടുവന്നിട്ടില്ല ഈ വക ഞാൻ കട്ട് ചെയ്ത് കളയും. പോവാസ്ക്ക് വിചാരിക്കൂലേ, ആഗ്രഹിച്ച് വന്നിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കൂലേ, അപ്പോൾ സങ്കടമാകും. അതുകൊണ്ട് അതങ്ങ് കട്ട് ചെയ്യും. ചെറിയൊരു ഇതുണ്ട്. അപ്പം ഇത് ഞാൻ കൊടുക്കണമെന്ന് വിചാരിച്ചതേ ഇല്ല, പെട്ടെന്ന് കണ്ടു വാങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഇത് ഫവാസ്കൊക്കെ ഒന്നും ഇരിക്കൂല, ഞാൻ തന്നെ പോയി വെക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇങ്ങനത്തെ ഫ്ലവർ കാര്യങ്ങളെല്ലാം നമ്മൾ ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവരത് പറഞ്ഞ് വാങ്ങിയിട്ട് ലാസ്റ്റ് അതവിടെ വെച്ചാൽ പിന്നെ നമ്മളിനി അത് സൂക്ഷിച്ച് വെക്കാം. പല ആൾക്കാർക്കും അറിയുന്നത് തന്നെയല്ലേ. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഫവാസ്ക കഴിക്കും ഞാൻ കഴിക്കും എന്നൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ രണ്ടും അനക്കുള്ളത് തന്നെയായിരിക്കും. പിന്നെ ഷർട്ട് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പകരം തന്നെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ പെടാം അങ്ങനെ. അപ്പോൾ പിന്നെ ഇനി
ഫവാസ്ക വരുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചമ്മും. പിന്നെ ചിലതൊന്നും അങ്ങനെ ഒന്നും ഓർമ്മിച്ച് വെക്കുക. എൻ്റെ ബർത്ത്ഡേക്കൊക്കെ കല്യാണത്തിന് മുന്നേല്ലോ ഗിഫ്റ്റ് വീട്ടിൽ നിന്ന് ഉപ്പ അധികം വാങ്ങി തരും. എല്ലാ ബർത്ത്ഡേക്ക് ഉപ്പാൻ്റെ പകരമായത് ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ കിട്ടും, കേക്ക് കിട്ടും. അപ്പോൾ ഫവാസ്ക വിഷയത്തേ ഉണ്ടാവുള്ളൂ. കാരണം അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ബർത്ത്ഡേക്ക് അധികം ഉപ്പയാണ് ഗിഫ്റ്റ് കൊണ്ടുതരാം. ഉപ്പ മീൻസ് അവർ വീട്ടിൽ നിന്നാണ് ഉപ്പ പഠിച്ചിട്ട് ഉമ്മയും ഉപ്പയും കൂടിയിട്ടാണ് ഗിഫ്റ്റ് കൊണ്ടുതരാം. പിന്നെ അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ലവ് ആനിവേഴ്സറിക്കാം ഒക്ടോബർ 26. അപ്പോൾ അന്ന് എന്നെ സർപ്രൈസ് ആക്കും. അന്ന് ഞാൻ അങ്ങോട്ടൊന്നും കൊടുക്കൂല, എനിക്ക് ഇങ്ങോട്ടേ കിട്ടുള്ളൂ. പിന്നെ ബർത്ത്ഡേക്ക് ഫവാസ്കാൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ അങ്ങോട്ട് സർപ്രൈസ് കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഇത്. ആ രീതിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരിക്കൽ കഴിഞ്ഞ കൊല്ലത്തിൻ്റെ അപ്പുറത്തെ കൊല്ലം അതായത് കഴിഞ്ഞ കൊല്ലം 2023 ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. പക്ഷെ ദേഷ്യം പഠിച്ചിട്ട് ഫസ്റ്റ് വിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ദേഷ്യം. ഗിഫ്റ്റ് അല്ലല്ലോ നമുക്ക് പ്രാധാന്യം, വിഷല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് 5-ന് 4-5 കല്യാണം, 1-ന് ബർത്ത്ഡേ. അപ്പോൾ പെട്ടെന്ന് 12 മണിക്ക് കയറി വരുന്നു, കേക്ക് കൊണ്ടെത്തിയിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നു, ഗിഫ്റ്റ് ചെയ്യുന്നു. അതൊക്കെ ഭയങ്കര തന്നെയായിരുന്നു. പിന്നെ പക്ഷേ ഏറ്റവും കൂടുതൽ ഇതാക്കിയിട്ടുള്ളത്, അതായത് സർപ്രൈസ് ചെയ്തത് എൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റ്, അതായത് ലവ് ആനിവേഴ്സറി. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ആനിവേഴ്സറി ഗിഫ്റ്റായിരുന്നു അതൊക്കെ എൻ്റെ ആനിവേഴ്സറി ഗിഫ്റ്റെല്ലാം ഇല്ലേ, ഞാൻ വേറൊരു വീഡിയോ പറയാം, ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടുതരാം. എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട് കുറേ ഗിഫ്റ്റൊക്കെ. പിന്നെ അതിൽ ഒരു ഗിഫ്റ്റ് ഇല്ലാണ്ടും ഉണ്ട്, ഉള്ളതും ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. അടുത്ത വീഡിയോസ് മീൻസ് അടുത്ത വ്ളോഗിൽ പറയാം. ഓക്കെ, അതിൻ്റെതായ ഒരു വീഡിയോ ഞാൻ അടുത്തതിലിടാം. അപ്പോൾ പറഞ്ഞത് എന്നാ, അപ്പോൾ ഇങ്ങനെ വാലന്റൈൻസ് ഡേക്ക് തന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഞാനിപ്പം കാണിച്ചു തരാം. കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഒന്നുമല്ല, ഒരു 2 കൊല്ലം മുന്നേ ആയിരുന്നു തോന്നുന്നു വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പം കാണിച്ചു തരാം. ഇതാണ് ഇതിങ്ങനെ വെക്കാൻ പറ്റുന്നൊരു സ്റ്റാൻഡായിട്ടുള്ളത്. ഇതും ഇത് ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല. ഇത് കോട്ട് വയ്ക്കാൻ. I love 2 things, Eros and you. Eros for a short while, but you are the rest of my life. എന്താ പറയാ, കല്യാണത്തിന് മുന്നേ തന്ന 2 ഗിഫ്റ്റ് മീൻസ് ഇത് 2 ഒരു ദിവസം തന്നതാണ്. ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്, ഇതും വേറെ ഒന്നും കൂടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് തന്നത് കഴിഞ്ഞ തവണ 10 ദിവസത്തെ ലീവിന് ഫവാസ്ക വന്നിട്ട് പോയി. അത് വാലന്റൈൻസ് ഡേക്ക് മുന്നേ പോകേണ്ടി വന്നിട്ട് പോയി. ആ സമയത്ത് ഓർഡർ ആക്കിയിട്ട് വെച്ച സംഭവമുണ്ട്, ആരോടോ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുതന്ന്. അത് ഇതിൻ്റെ മുകളിലുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ലൈറ്റ് എന്തോ ഡാമേജ് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈവന്നിരുന്ന് ജസ്റ്റ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റിന് എന്തോ പറ്റിയിട്ടുണ്ട്. ഇതൊന്ന് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചൊന്ന് സെറ്റ് ആക്കണം. കണ്ട കാണുമ്പോൾ ഒരു ഗ്ലാസ് ആണെങ്കിലും ലൈറ്റ് ഇട്ട ഒരു സൂപ്പർ സാധനമായിരുന്നു. പിന്നെ അത് കല്യാണം കഴിഞ്ഞാൽ അവിടെ വെക്കാമെന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. ഈ തിരക്കിനിടയ്ക്ക് കല്യാണത്തിന് തിരക്കിനിടയ്ക്ക് കാണാനായിരുന്നു തോന്നുന്നു എൻ്റെ അടുത്ത് വീണ്. അതിന് ശേഷം ഇത് വർക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അടിപൊളി സാധനം, സംഭവം സെറ്റ് സാധനം. ആ സമയത്ത് ചോക്ലേറ്റ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ ഓർമ്മയിലുണ്ടായിട്ടില്ല, ആദ്യത്തത് മാത്രമേ. പിന്നെ എല്ലാ വാലന്റൈൻസ് ഡേക്ക് എന്തൊക്കെയോ ആയിട്ടൊക്കെ തന്നിട്ടുണ്ട്, ചോക്ലേറ്റ് മാത്രമായിട്ട് തന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ കുറേ നമുക്ക് ഒരു കൊല്ലം തന്നെ കുറേ ഫങ്ഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും ഏതൊക്കെ ഗിഫ്റ്റ് ആണെന്നുള്ളതൊന്നും അങ്ങനെ വലിയൊരു ചോക്ലേറ്റ് ആണെന്നത് പ്രത്യേകിച്ചിട്ട്. കാരണം ഫങ്ഷൻസിന് ചോക്ലേറ്റ് തരലുണ്ട്, സുഖയിലേക്ക് ചോക്ലേറ്റ് കൊണ്ട് തരും, അങ്ങനെ എന്തുണ്ടെങ്കിൽ ചോക്ലേറ്റ് നിർബന്ധം. അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ ലാസ്റ്റ് പിന്നെ ഡയറി മിൽക്കോടെ ഒരു ഇത് കുറഞ്ഞോന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി. അങ്ങനെ ഫവാസ്ക ശിവരെത്തിയിട്ടുണ്ട്. ശിവടുത്ത് എന്തോ സാധനം മേടിക്കുന്നുണ്ട്. അത് വീട്ടിലേക്കില്ല, പക്ഷേങ്കിൽ മേ ബി എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഇപ്പം വരും. വിളിച്ചിട്ട് കുറച്ച് സമയമായി. ഞാൻ ഇന്നും ഡ്രസ്സൊന്നും അടിച്ചിട്ടില്ല. റൂമെല്ലാം വൃത്തിയാക്കി അടിച്ചാൽ തുടച്ച് എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുളിക്കും കഴിഞ്ഞില്ല, ഒന്നും കഴിഞ്ഞില്ല. ഇപ്പം വിളിച്ചത്തെ കൊണ്ട് എന്തായാലും ഇപ്പം വരുമല്ലോ. അപ്പം എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാനിപ്പോൾ ഇങ്ങനെ അറിയത്തിരുന്നിട്ടുണ്ട്. മറ്റേ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന
പൂന്തിങ്കളാകുന്നു ഭാര്യ. ആ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ടുള്ള ഇനി ഒന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഓക്കെ അസ്സലാം വലൈക്കും പറഞ്ഞിട്ട് പോകേണ്ടി വരും. വരുന്നുണ്ട് നോക്ക് അച്ചിരിയെല്ലാം നോക്ക്. ഇതല്ല സുഖല്ല. ആ അല്ല പള്ളിയിൽ പോയിട്ട് വരുന്ന എൻ്റെ ഹസ്ബൻഡ് എന്നും പറഞ്ഞിട്ട് ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു. താങ്ക് യു. ഇതില്ലെങ്കിൽ ഞാൻ നേരെ വന്ന പോലെ അങ്ങ് തിരിച്ചു വന്നേക്കേന്. എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുത്തരുതെന്ന് പറഞ്ഞിട്ട് വിലക്കിയ ആളാ. അതുകൊണ്ടാ ഇനി പകരം കടലയ്ക്ക് എങ്ങനെ കൊണ്ടുതരാം. വേൾഡസ്റ്റിക്കാരെയും കടല കൊണ്ടുതരും അല്ലേ? അയ്യോ ഞാൻ വിചാരിച്ച പോലെ ഞാൻ ഇതില് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശിവരുണ്ട് ഇപ്പം വരും എന്തെങ്കിലും കൊണ്ടുത്തരും. എനിക്ക് കൊണ്ടുത്തരും. അസ്സലാമു അലൈക്കും ഇപ്പൊ തരാൻ വിചാരിച്ചല്ലേ. ഞാൻ മുന്നിൽ ക്യാമറയും കൊണ്ട് നിൽക്കുന്നുണ്ടിട്ടോ പോലെ ഇപ്പം തന്നല്ലെങ്കിൽ റൂമിൽ തരാൻ വിചാരിച്ചല്ലേ. ആരും കാണാണ്ട് തരാൻ വിചാരിച്ച. ഓഹോ എനിക്ക് ഉറപ്പ് ശിവടുത്തുണ്ട് എന്ന് പറഞ്ഞേ എനിക്ക് തോന്നി ഇതിനായിരിക്കും. അതിനല്ല എന്താ കടിയാ വേണ്ടേ പറയാത്തായിട്ട്? ഇഷ്ടപ്പെട്ടൊരു കടിയാ ഞാൻ ആക്കാൻ നോക്കുന്നത്. അതായത് എല്ലാ പക്ഷെങ്കില് അത് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ അതിനെടുക്ക് തിന്നിട്ടില്ലേ. ഇനി മുന്നേ വേണം എനിക്ക് കൊണ്ടുത്തരണേ ഗൾഫിൽ കൊണ്ടുത്തരണേ എന്ന് പറഞ്ഞൊരു കടിയാ. ഏതാ കാക്കിട്ട് വീട്ടിൽ കൊടുത്തരാ എനക്കും കൊണ്ടുത്തരണേ. അതിഷ്ട അതന്നെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത് വെറുതെ അല്ല. പോക്കറ്റിന്റെ ചിഹ്നം കാണിച്ചു കൊടുത്താൽ ഇങ്ങനെ വെറുതെ അല്ല. എന്നെ പറ്റിച്ചെല്ലാരും കൂടിയിട്ട് ചിരി നോക്കുന്നിട്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് കായൊക്കെ അരച്ച് പണ്ടൊക്കെ വറുത്തേച്ചിട്ട് ഉമ്മ പുറത്തുപോയി. ഉരുട്ടി വെക്കാൻ പറഞ്ഞിട്ടാ പോയത്. അറിയാം ഞാൻ നല്ലോണം ഉരുട്ടി വെക്കും. അപ്പോഴേക്ക് തന്നെ വൈകുന്നേരം സമയം അസർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഉരുട്ടിയിട്ട് വേണം പിന്നെ ഫവാസ് ഖാനെയും കൂട്ടിയിട്ട് ഷർട്ട് എടുക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പോരാത്തിന് ബ്രെഡ് പോക്കറ്റിൻ്റെ കാര്യങ്ങളും നോക്കണം. കാരണം അത് എനക്ക് മാത്രമേ ആക്കാൻ അറിയൂ. ഉമ്മ ഇതുവരെ ആക്കി നോക്കിയിട്ടില്ല. ഉന്നക്കായ് ഉരുട്ടലൊക്കെ കഴിഞ്ഞ് ബ്രെഡ് പോക്കറ്റിൻ്റെ പരിപാടി നോക്കുമ്പോഴത്തേക്ക് ഉമ്മ എത്തിയിട്ടുണ്ട്. ഉന്നക്കായ് പൊരിക്കാൻ തുടങ്ങി. ബ്രെഡ് കപ്സൊക്കെ പുരട്ടിയിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണമല്ലോ. അതിന് മുന്നേ ഉന്നക്കായും ഇത്തപ്പയും പൊരിച്ചെല്ലാം പൊരിച്ചിട്ട് ബ്രെഡ് കപ്സ് ഉള്ളത് ഇടാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നെയ്ബ് എടുക്കാവും അത്ര. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇതിലെ ഫില്ലിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ വല്യമാനോട് മുറിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഫവാസ് ഖാനപ്പുറം പോകാൻ കഴിഞ്ഞു. നല്ലൊരു കളർ ഇട്ട നല്ല രസമുണ്ടോ? പക്ഷെ അതിന് വോയിസിന് ഇടാൻ ഇച്ചിരി പാടാണ്. ഇതില് കാണുമ്പില്ലേ വേറെ ഏതോ ഒരാളുണ്ട് നല്ല ലൈറ്റ് ലെവൽ അല്ല അങ്ങനെയല്ല അങ്ങനെ ജെൻസ് വേൾഡിൽ നിന്ന് കിട്ടി കിട്ടിയ സാധനം അല്ല ഞാൻ കാണിച്ചു സാധനം കിട്ടി സെറ്റ് സാധനം കിട്ടി. വേണം ചോദിക്കുമ്പോ എന്തായാലും വേണം. പിന്നെ വേണ്ടാന്ന് അറിയില്ലല്ലോ അല്ലേ? ഓക്കെ. അങ്ങനെ മട്ടന്നൂർ മാംഗോ കുൾബാർന്നൊരു ഫലോദ്യം കഴിച്ച് മട്ടന്നൂർ വിട്ടു.
വാങ്ങിച്ചോ. സമയമില്ല, എന്നാലും ഇത് പൊളിക്കട്ടെ. പൊളിച്ചൊക്കെ ചെറിയ ഇഷ്ടം കഴിക്കാണ്ട് പോവാൻ തോന്നില്ല. പൊട്ടിയിട്ടൊന്നുമില്ല. ഇങ്ങനെ പിങ്കല്ലേ ഉണ്ടായ? അറിയില്ല. ഞാനറിയില്ലല്ലോ. ഞാനായിരുന്നു ഞമ്മക്ക് കാര്യമായി തരണ്ടേ നമ്മളിത് കഴിക്കണമെങ്കിൽ. മറ്റേ 10 പേര് പറഞ്ഞ പോലെ പിങ്കടെ കാണുന്ന വെച്ചിട്ട് പിങ്ക് ആവുന്നില്ലല്ലോ. യെസ് ചിലപ്പോൾ പാളിപ്പോ. യെസ് നല്ല കറക്റ്റ് കിട്ടീനട്ടാ. കുറച്ച് വേഗോട്ട് പിടിച്ച ചോക്ലേറ്റ്. അങ്ങനെ ചോക്ലേറ്റ് എങ്ങനെ പിടിക്കും? എന്റെ ഫേസിന്റെ ഉള്ളിലാക്കിട്ട് പിടിക്കും. പൊളി, ഒരു ഫോട്ടോ എടുത്താലോ? പറഞ്ഞ പോലെ തന്നെ അല്ലേ? ചോക്ലേറ്റ് ഒന്നല്ലേ അവിടെ കൂട്ടിക്കടിക്കും. അങ്ങനെ ബറാത്തിന്റെ ഒരുക്കം കഴിഞ്ഞ് ബറാത്തന്നെ കഴിയാനായി. നമസ്കാരൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നത്. ലേറ്റായി. ഒത്തിരി നിസ്കാരം കഴിയുമ്പോഴത്തേക്കന്നെ ലേറ്റായി. കുട്ടപ്പനായി. മാച്ചാണ്. പക്ഷെ ഇതിൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ എൻ്റെ കുറച്ചുകൂടെ ലൈറ്റ് ഒരു ഇത് ഡിഫറൻസ് തോന്നുന്നു. പക്ഷെ നേരിട്ട് അതിനേക്കാൾ മാച്ചുണ്ട് സംഭവം. അവിടെ പോയപാട് ഇങ്ങനെ സെയിം കളർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കായിട്ട് മാറ്റി വെച്ചാലുണ്ടായിരുന്നു. നല്ല സെറ്റായില്ലേ വിചാരിക്കാണ്ട് പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ ബറാത്തും കഴിഞ്ഞ് വാലന്റൈൻസ് ഡേയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഫവാസ്കാരുടെ വീട്ടിലെത്തി. ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് എത്തിക്കാണും. പിന്നെ എത്തിയിട്ട് വീഡിയോസ് എല്ലാം എടുക്കണമെന്ന് വെച്ച് പിന്നെ ഒന്നാമത് ലേറ്റായിട്ട് എത്തി. പിന്നെ കിസ്സൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഫുഡും കഴിച്ച് ഫുഡിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത് മറന്നുപോയി. ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ എടുക്കണമെന്ന് വെച്ച് വിട്ടേ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ കടന്ന് ശരിക്കും പറഞ്ഞാൽ 12 മണി കഴിഞ്ഞ്. ഞാൻ വീഡിയോ ഇങ്ങനെ എഡിറ്റാക്കി വൈൻഡപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും ഫോൺ എടുത്ത് ഇടിയിരുന്നത്. 12:30 അങ്ങോട്ടല്ലേ ഫാസ്ക ഉറക്കത്തിലായി, പകുതി ഉറക്കത്തിലായി എന്ന് പറഞ്ഞാൽ 12. പിന്നെ ഫോണും കൊണ്ട് പകുതി ഉറക്കത്തിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബറാത്ത്, ഫസ്റ്റ് ബറാത്ത് ആൻഡ് വാലന്റൈൻസ് ഡേ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.